Hello, welcome back to my channel and I'm your Nimsha Davis. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സി ബോണ്ടിൽ എങ്ങനെയൊക്കെ പ്ലോട്ട്സുകൾ വരയ്ക്കാം എന്നുള്ളത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പുറത്തുനിന്ന് കുറേ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? എനിക്കും വരുന്നുണ്ട്. രാത്രി തുടങ്ങിയില്ലേ, അതാണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ EDA നോട്ട്സ് ഉണ്ടല്ലോ, അതിലാണല്ലോ നമ്മളിപ്പോൾ താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ് ഇതിനൊക്കെ നോട്ട്സ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ സി-ബോണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പ്ലോട്ട്സുകൾ ഉണ്ടാവാം, പറയാത്ത പ്ലോട്ട്സുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ സ്കേറ്റർ പ്ലോട്ട് ഉണ്ട്, ലൈൻ പ്ലോട്ട് ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക പ്ലോട്ടുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് ആവശ്യം വരിക, അതും ബാക്കിയുള്ള പ്ലോട്ട്സും തമ്മിൽ എന്താണ് ഡിഫറൻസ് വരുന്നത്, അതിൻ്റെ സിൻടാക്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സ്കാറ്റർ പ്ലോട്ട്, ലൈൻ പ്ലോട്ട്, ഹിസ്റ്റോഗ്രാം, ബോക്സ് പ്ലോട്ട്, വയലിൻ പ്ലോട്ട്, ബാർ, ഹീറ്റ് മാപ്പ്, പെയർ പ്ലോട്ട്, ഫേസ് ടി പ്ലോട്ട്, സ്ട്രിപ്പ് പ്ലോട്ട്, ജോയിൻ പ്ലോട്ട്, കൗണ്ട്, ഡിസ്റ്റ്, KD പ്ലോട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാവും ഓരോരോ പ്ലോട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡാറ്റ വിഷ്വലൈസേഷൻ്റെ കൺസെപ്റ്റേ തീരെ മനസ്സിലാവാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ പ്ലേലിസ്റ്റിൽ പോവാം. പ്ലേലിസ്റ്റിൽ പോയിട്ട് ഇവിടെ നമ്മൾ എവിടെയാണെന്നറിയോ, നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ്, ഈ 3 പ്ലേലിസ്റ്റുകളുണ്ട്. ഇതൊന്ന് വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി-ബോണ്ടിലോട്ട് നേരിട്ട് വന്നാലും ഇഷ്യൂ ഉണ്ടാവില്ല. അതല്ല, മെഷീൻ ലേണിംഗ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓൾറെഡി ഇത്ര നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്ത് പോവാത്തത്. അപ്പോൾ പ്ലോട്ടുകൾ എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് പഠിപ്പിച്ചു. അതിൻ്റെ ഒരു തിയറി നോട്ട്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പറ്റുന്നില്ലെങ്കിൽ കമൻസിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്. മറ്റേ വീഡിയോ അപ്ലോഡ് ആയാവോ? അപ്ലോഡ് ആവുന്നേ ഉണ്ടാവുള്ളൂ. അതെ, അപ്ലോഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.